പ്രതിഭ കൊണ്ടും ഒപ്പം സ്വഭാവ സവിശേഷതകൾ കൊണ്ടും രാജ്യമെമ്പാടുമുള്ളവരുടെ മനസ്സിലിടം നേടി ഗായികയാണ് KS ചിത്ര. എന്നാൽ ചിത്രയ്ക്കും ചില അവഗണനകൾ നേരിട്ടിരുന്നു. KS ചിത്ര തന്നെയാണ് ഇക്കാര്യം മുൻപൊരു ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. ഹിന്ദിയിലടക്കം നിരവധി ഗാനങ്ങൾ പാടിയിട്ടുള്ളയാളാണ് മലയാളത്തിന്റെ വാനമ്പാടി. എന്നാൽ അവിടെ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നാണ് ചിത്ര പറയുന്നത്. ഹിന്ദിയിൽ പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും അവ സിനിമയിൽ വെക്കാതെ മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിച്ച് തന്നെ മാറ്റി നിർത്തുന്നത് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് KS ചിത്രയുടെ വാക്കുകൾ. അത്തരം സന്ദർഭങ്ങൾ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നും ചിത്ര തുറന്നു പറയുന്നു. ഹിന്ദിയിൽ അവഗണന നല്ല രീതിയിലുണ്ടെന്നും നമ്മൾ പാടുന്ന സമയത്ത് നന്നായിട്ടുണ്ടെന്നും അടുത്ത പാട്ട് പാടാൻ താമസമില്ലാതെ വരണമെന്നുമൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തോടെ സിനിമയുടെ ആൾക്കാർ യാത്രയാക്കും. അതനുസരിച്ച് അടുത്ത പാട്ട് പാടാൻ നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചെല്ലുമെന്നും പാട്ടും പാടിക്കഴിഞ്ഞ് പിന്നീട് സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാടിയ പാട്ട് അതിലുണ്ടാകില്ല എന്നും മറ്റാരെയെങ്കിലും വിളിച്ചവർ മാറ്റി പാടിപ്പിച്ചിട്ടുണ്ടാകുമെന്നുമാണ് KS ചിത്ര പറയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ തനിക്കുണ്ടായിട്ടുണ്ട്. കണക്ക് നോക്കുകയാണെങ്കിൽ താൻ പാടി റിലീസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഗാനങ്ങൾ ഹിന്ദിയിൽ താൻ പാടിയിട്ടുണ്ടെന്നും പക്ഷേ പലതും അവർ മാറ്റിയിരുന്നുവെന്നും അങ്ങനെയൊരു രീതി ഹിന്ദിയിലുണ്ടെന്നുമാണ് ചിത്ര പറയുന്നത്. പിന്നെ താൻ അതിൽ ഇൻവോൾവ് ചെയ്യാൻ പോകാറില്ല എന്നും പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ടെന്നും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അവർ അടുത്ത സിനിമ ഏതാണെന്നും റിലീസ് ചെയ്യാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ പേരൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ സിനിമ റിലീസ് ചെയ്ത് വരുമ്പോൾ തന്റെ പാട്ടുണ്ടാകില്ല, അതാണ് തനിക്ക് ഏറ്റവും ചമ്മൽ തോന്നിയിട്ടുള്ളതെന്നും അപ്പോൾ താൻ നുണ പറഞ്ഞതുപോലെ ആകില്ലേ എന്നുമാണ് ചിത്ര ചോദിക്കുന്നത്. അങ്ങനെയുള്ള വിഷമ സംഭവങ്ങളൊക്കെ തനിക്ക് വന്നിട്ടുണ്ടെന്നും ചിത്ര കൂട്ടിച്ചേർത്തു. താൻ ഉണ്ണേണ്ട ചോറിൽ തന്റെ പേരുണ്ടാകുമെന്ന് താൻ പിന്നെ അങ്ങ് വിചാരിക്കുമെന്നും തനിക്ക് വരേണ്ട പാട്ടുകൾ തനിക്ക് തന്നെ വരുമെന്നും ഇപ്പോഴും താൻ വലിയൊരു ഗായികയായി സ്വയം അംഗീകരിച്ചിട്ടില്ല എന്നും തന്റെ കുറവുകൾ തനിക്ക് തിരിച്ചറിയാമെന്നും ചിത്ര പറയുന്നു. ആരും കുറ്റം പറയാത്ത രീതിയിൽ നന്നായി പാടാൻ സാധിക്കണമെന്ന് മാത്രമേ തനിക്ക് ആഗ്രഹമുള്ളൂവെന്നും മരിക്കുന്നത് വരെ പാടാൻ സാധിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും ചിത്ര വ്യക്തമാക്കി. ശബ്ദ സംരക്ഷണത്തെ പറ്റിയും ഗായിക പറയുന്നുണ്ട്. ശബ്ദം സൂക്ഷിക്കാനായി തണുത്തതൊന്നും കഴിക്കാറില്ല. യേശുദാസ് ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, അത് ഫോളോ ചെയ്യാറുണ്ടെന്നാണ് ചിത്ര പറയുന്നത്. പതിവില്ലാത്തത് ചെയ്താൽ ശബ്ദത്തെ ബാധിക്കാറുണ്ടെന്നും ചൂടുവെള്ളം ഉണ്ടാക്കാനൊക്കെയായി കെറ്റിലൊക്കെ കയ്യിൽ കൊണ്ട് നടക്കാറുണ്ടായിരുന്നുവെന്നും പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ തലയൊക്കെ നന്നായി കവർ ചെയ്യും, ചെവിയിൽ പഞ്ഞി വെക്കുമെന്നും ഇതൊക്കെ കാണുമ്പോൾ തന്റെ ഭർത്താവൊക്കെ കളിയാക്കുമായിരുന്നുവെന്നുമാണ് KS ചിത്ര പറയുന്നത്. അതേസമയം ശബ്ദത്തിന്റെ സൗന്ദര്യം കൊണ്ടും മനസ്സിന്റെ എളിമ കൊണ്ടും നിറഞ്ഞ ചിരി കൊണ്ടും ഓരോ മലയാളികളുടെയും മനസ്സിലിടം നേടിയ ഗായികയാണ് KS ചിത്ര. മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളിലായി നിരവധി പാട്ടുകൾ ചിത്രയുടെ ശബ്ദമാധുര്യത്തിൽ പിറന്നു കഴിഞ്ഞു. വിവിധ ഭാഷകളിലായി 25,000-ലധികം പാട്ടുകൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും 7,000-ഓളം പാട്ടുകൾ അല്ലാതെയും KS ചിത്ര പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും പലതവണ ചിത്ര നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചതും ചിത്രയ്ക്കാണ്. 6 തവണയാണ് ചിത്രയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2005 പത്മശ്രീ പുരസ്കാരവും ചിത്രയ്ക്ക് സമ്മാനിക്കപ്പെട്ടു. 2021 ചിത്രയ്ക്ക് പത്മവിഭൂഷൺ പുരസ്കാരവും ലഭിച്ചു. KS ചിത്ര ഇല്ലാത്ത സംഗീത ലോകത്തെക്കുറിച്ച് സംഗീത പ്രേമികൾക്ക് ഇപ്പോൾ ആലോചിക്കാൻ പോലും കഴിയില്ല. ഈ അടുത്താണ് താരം 61ാം പിറന്നാൾ ആഘോഷിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.